കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലായി. 2 ലക്ഷം രൂപ വാങ്ങാൻ ഏജന്റിന്റെ കവടിയാറിലെ വീട്ടിലെത്തിയപ്പോഴാണ് വിജിലൻസ് പിടികൂടിയത്. ലോഡ് ലഭിക്കാനായി പണം നൽകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെന്ന് ഗ്യാസ് ഏജൻസി ഉടമ മനോജ് പറഞ്ഞു. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേരിൽ കടക്കലൊരു ഗ്യാസ് ഏജൻസി ഉണ്ട്. 2002 തുടങ്ങിയതാണ്. അപ്പോൾ കുഴപ്പമില്ലാതെ ഗ്യാസ് ഏജൻസി നന്നായിട്ട് കമ്പനി പറയുന്ന പോലെ നടത്തിക്കൊണ്ടു പോകുന്നു. ഈ അലക്സ് മാത്യു എന്ന് പറയുന്നൊരു ഓഫീസർ 2013 കാലഘട്ടത്തിൽ കൊല്ലം പ്ലാന്റിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ലോഡ് കിട്ടുന്നതിനൊക്കെ ചെറിയ ഷോർട്ടേജ് ഉള്ളപ്പോൾ ലോഡ് വേണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് കാണണമെന്ന് പുള്ളി പറയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അത്യാവശ്യമാണ്, പുള്ളി പൈസ വേണം, ഞാൻ അതിന് വേണ്ടിയാണ് എറണാകുളത്ത് വണ്ടി ഓടിച്ച് വന്നത്, പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ള ഇടമെന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച് വാങ്ങിച്ചങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്തത്. ഇത്രയും പൈസയോട് ആക്രാന്തമുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, കൈക്കൂലി പരമ്പരയുടെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും കവടിയാറിലുള്ള പണ്ഡിറ്റ് കോളനിയിലുള്ള മനോജിൻ്റെ വീട്ടിൽ വച്ചാണ് ഈ അലക്സ് മാത്യു ഈ 10 ലക്ഷം രൂപ നേരത്തെ ആവശ്യപ്പെട്ടു. അതിൻ്റെ അഡ്വാൻസായി 2 ലക്ഷം രൂപ വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. ഈ പണം കൈമാറുന്നതിനിടയിൽ തന്നെ തന്ത്രപരമായി വിജിലൻസ് സംഘം ഇയാളെ പൂട്ടുകയായിരുന്നു. അലക്സ് മാത്യു വലയിലായി എന്ന് തന്നെ പറയാം. മനോജിന് അദ്ദേഹത്തിന് ഈ ഒരു ഗ്യാസ് ഏജൻസി കൊല്ലത്ത് കടക്കലുണ്ട്. ആ ഗ്യാസ് ഏജൻസിയിലെ ഉപഭോക്താക്കളെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റും എന്ന തരത്തിലുള്ള സമ്മർദ്ദമാണ് അലക്സ് മാത്യു നടത്തിയത്. ഇതിനുവേണ്ടി അങ്ങനെ കുറച്ച് ഉപഭോക്താക്കളെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം വീണ്ടും മനോജുമായി സമ്മർദ്ദം ചുരുത്തി. ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായി 10 ലക്ഷം രൂപ ചോദിക്കുന്നു. അതിൽ 2 ലക്ഷം രൂപ അഡ്വാൻസായി നൽകും എന്ന ഉറപ്പിൻ്റെ പേരിൽ എറണാകുളത്ത് നിന്ന് വാഹനം ഓടിച്ച് ഇവിടെ എത്തിച്ചേരുന്നു. മനോജിൻ്റെ വീട്ടിന് ഈ പണ്ഡിറ്റ് കോളനിയുടെ അപ്പുറത്തായി വാഹനം പാർക്ക് ചെയ്ത ശേഷം ഇവിടേക്ക് നടന്നു വന്നാണ് അലക്സ് മാത്യു പണം കൈമാറുന്നത്. നേരത്തെ മനോജ് തന്നെ പറഞ്ഞതാണ്, ഈ കൈക്കൂലി എന്ന് പറഞ്ഞാൽ പണത്തിനോട് ഇത്രയേറെ ആർത്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കണ്ടിട്ടില്ല. പിടിച്ചു വാങ്ങി അദ്ദേഹം പോക്കറ്റിലേക്ക് പണം വയ്ക്കുകയായിരുന്നു. അപ്പോഴേക്കായിരുന്നു വിജിലൻസിൻ്റെ സംഘം ഇവിടെ എത്തിച്ചേർന്നത്. അവർ ശാസ്ത്രീയമായി തന്നെ ഈ പണത്തിൽ ഈ രാസവസ്തു പുരട്ടിയിരുന്നു. അത് പോക്കറ്റിൽ നിന്ന് കണ്ടെടുക്കുന്നു. തുടർന്ന് പരിശോധന നടത്തുന്നുണ്ട്. അദ്ദേഹം വന്ന വാഹനത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരെ, വിജിലൻസിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാം. വിജിലൻസിൻ്റെ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP ഷിബു പാപ്പച്ചൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് തന്ത്രപരമായി ഇദ്ദേഹത്തെ അലക്സ് മാത്യുവിനെ വലയിലാക്കിയത്. മനോജ് തന്നെ, ഈ ഗ്യാസ് ഏജൻസിയുടെ ഉടമയായിട്ടുള്ള മനോജ് തന്നെ പറയുന്നത്, പലതവണയായി ലോഡൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ അപ്പോൾ ആ ഘട്ടത്തിൽ സമ്മർദ്ദം ചെലുത്തും. അങ്ങനെ 15,000-ഉം 20,000-ഉം 25,000 രൂപയൊക്കെ പലതവണയായി വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും തൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം അലക്സ് മാത്യുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തുടർന്നാണ് താൻ ഗത്യന്തരമില്ലാതെയാണ് വിജിലൻസിനെ സമീപിക്കുന്നത്. വിജിലൻസിൻ്റെ കേരളത്തിൽ വിജിലൻസുമായി ബന്ധപ്പെട്ട ഘടകത്തെ സമീപിക്കുന്നു. തുടർന്ന് ആദ്യ വികാസ് ഭവനിലെ വിജിലൻസ് യൂണിറ്റിൽ പോകും. തുടർന്ന് അവരാണ് പൂജപ്പുര യൂണിറ്റിലേക്ക് ഇത് പോകാൻ ആവശ്യപ്പെടുന്നു. അവിടെ പോയി പരാതി നൽകുന്നു. ഉടൻ തന്നെ വിജിലൻസ് അടിയന്തരമായി ഇടപെടുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം വിജിലൻസ് പണം നൽകാൻ നിർദ്ദേശം നൽകുന്നു. ആ പണത്തിൽ രാസലായനി പുരട്ടുന്നു. അതിനുശേഷം പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പണം കൈപ്പറ്റുന്നത്. ഈ പണം കൈപ്പറ്റുന്ന ഘട്ടത്തിൽ തന്നെ വിജിലൻസിൻ്റെ സംഘം ഈ വീട്ടിലേക്ക്, മനോജിൻ്റെ പണ്ഡിറ്റ് കോളനിയിലുള്ള കവടിയാറിലുള്ള വീട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോഴും അലക്സ് മാത്യു ഈ വീട്ടിന് ഉള്ളിലുണ്ട്. നമുക്ക് ആ വീട്ടിനകത്തുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ വീട്ടിനകത്താണ് ഈ വിജിലൻസ് സംഘം എത്തിച്ചേർന്നത്. വിജിലൻസ് സംഘം അകത്തേക്ക് എത്തിച്ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിലാണ് കൈയോടുകൂടി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി. വലിയ തരത്തിലുള്ള 10 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. അതിൽ 2 ലക്ഷം രൂപ നൽകുന്നു, അഡ്വാൻസായി നൽകുന്നു. ആ 2 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP ഷിബു പാപ്പച്ചൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അഭിലാഷ്, കിരൺ, രതീന്ദ്രകുമാർ, ശിവകുമാർ എന്നിവരിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമാണ് തന്ത്രപരമായി അലക്സ് മാത്യുവിനെ പൂട്ടിയത്. ശരി. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു വിജിലൻസ് സംഘം ഈ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനിലേക്ക് എത്തിയത്.